അസ്സലാമു അലൈക്കും. കച്ചി ലാംഗ്വേജ് ട്യൂട്ടോറിയൽസിൻ്റെ കച്ചി ക്ലാസ്സായ വീഡിയോ ക്ലാസ്സായ കച്ചി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ഒരു വീടിനെക്കുറിച്ചാണ്. വീടിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചാണ്. നമ്മൾ കോട്ടറി, റസോഡോ ഇങ്ങനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് ഇത്. അതിനു മുമ്പുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കല്യാണ സംബന്ധമായിട്ടുള്ള ഫങ്ഷൻസിനെ കുറിച്ചാണ്, റസമിനെ കുറിച്ചാണ്. വിയായോട് കണക്റ്റഡായിട്ടുള്ള കണക്റ്റഡ് വിത്ത് വിയ. അത് നമ്മൾ പോലെ സംഗ്, മെഹന്തി, സീറാണി, വല്ലീമ അങ്ങനെയുള്ള വാക്കുകളൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ സംഘ് നടത്തുമ്പോഴേക്കും ആ സംഘിൻ്റെ ഫോർമാലിറ്റി എന്താണെന്ന് വെച്ചാൽ അത് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കുറേ പേര് പോയി സംഘ് നടത്തുകയാണ്. അപ്പം ഞാൻ ഈ ക്ലാസ്സിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതെന്നെ ഓർമ്മിപ്പിച്ചത് നമ്മുടെ കൊച്ചിയിലെ ജനാബ് ജുനൈദ് സേട്ടാണ്. ജുനൈദ് സേട്ട് എന്നെ ഫോണിൽ വിളിച്ച് അത് ഞാൻ വിട്ടുപോയതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിനോട് വളരെ നന്ദിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സർബത്ത് കൂടി അല്ലെങ്കിൽ സംഘ് അല്ലെങ്കിൽ ബെട്രോതൽ അല്ലെങ്കിൽ അച്ചാരം വെപ്പ് നടത്തുമ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പോയെന്ന ആളുകൾക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു താല എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ 2 തേങ്ങയും വെച്ച് കുറച്ച് കൽക്കണ്ടമൊക്കെ ഇട്ട് അതും ഒരു അലങ്കരിച്ച തുണി കൊണ്ട് മൂടി കൊടുക്കും. അതിന് മൂട എന്നാണ് പറയുന്നത്. അപ്പോൾ ജുനൈദ് സേട്ടിന് നന്ദി. മൂട എന്ന വാക്ക് ഞാൻ മറന്നുപോയത് ഓർമ്മിപ്പിച്ച് തന്നതിന് ജുനൈദ് സേട്ടിന് നന്ദി. ജുനൈദ് സേട്ടിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചിക്കാർക്ക് പ്രത്യേകിച്ചും ജുനൈദ് സേട്ടിനെ അറിയാം. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറഞ്ഞു കൊള്ളുന്നു. അപ്പോൾ ഈ മൂട കൊടുക്കലാണ് പ്രധാന ചടങ്ങ്. സംഘിന് പ്രധാന ചടങ്ങ് മൂട കൊടുക്കലാണ്. പണ്ട് കാലങ്ങളിൽ കൊടുത്തിരുന്നത് 2 തേങ്ങ വെച്ച് തേങ്ങയും കൽക്കണ്ടമൊക്കെ വെച്ചായിരുന്നു. ഇന്ന് തേങ്ങയുടെ സ്ഥാനം കേക്കാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേക്കും സ്വീറ്റ്സും ഒക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ കേക്കൊക്കെ ഉടനെ തന്നെ കഴിച്ച് തീരും. ഈ തേങ്ങ ആകുമ്പോഴേക്കും കുറച്ച് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത തേങ്ങയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പലരും വളരെ കുറച്ച് പേര് മാത്രമേ തേങ്ങ കൊടുക്കുന്നു. ഇനി ഇന്നത്തെ ക്ലാസ് നമ്മൾ വീടുണ്ടായി കഴിഞ്ഞു. घर बनाई गिड़ा पाँ पत्थर ईंट सीमेंट में रखी करे पाँ घर बनाई गिड़ा. ഇനി घर मिंजर हमले पाके थोड़ा चीज़ों की ज़रूरत है. കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണം വീട്ടിൽ താമസിക്കാൻ വേണ്ടി. എന്ത് വേണം? ആദ്യം ഇരിക്കാൻ വേണ്ടി ഒരു കസേര വേണം, കുർസി. ഒരു കസേര, ഒന്നിൽ കൂടുതൽ കസേര വീട്ടിലുണ്ടാവും. കുർസി എന്ന് പറഞ്ഞാൽ കസേര. പിന്നെ വീട്ടിൽ മേജ് ഉണ്ടാവും. മേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ വലിയവർക്ക് എഴുതാനോ ഒക്കെ മേശ ഉണ്ടാവും. ഈ മേശ നമ്മൾ ഡൈനിങ് ടേബിളും മേശ തന്നെയാണ്. പക്ഷെ ഡൈനിങ് ടേബിൾ എന്നൊരു വേർഡ് കച്ചിയിൽ കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ആരെങ്കിലും അങ്ങനെ ഒരു വേർഡ് കണ്ടുപിടിച്ച് പറഞ്ഞു പറ്റുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഡൈനിങ് ടേബിൾ എന്നുള്ള ഒരു ഒറ്റ വാക്ക് കച്ചിയിൽ കാണാൻ പറ്റിയില്ല. കാരണം പണ്ട് കാലങ്ങളിൽ നമ്മൾ പായ വിരിച്ച് അതിലിരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. പായ എന്ന് വെച്ചാൽ ചട്ടായി നീച്ചെ വിജയിക്കരെ കർപ്പാ ഖായന്ത വാസം. അപ്പം ചട്ടായിലാണ് വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ വിളമ്പി തിന്നും. ചട്ടായിലാണ്. ഇപ്പോൾ ഡൈനിങ് ടേബിൾ വന്നപ്പം ഡൈനിങ് ടേബിളിലാണ്. അപ്പോൾ അതൊരു കാര്യം. ടേബിൾ എന്നുള്ള മേജ് എന്ന് പറയാം. പക്ഷേ ഡൈനിങ് ടേബിളിൽ വാക്ക് പറഞ്ഞാൽ കൊള്ളാം. ഈ മേജ് കഴിഞ്ഞാൽ പിന്നെ മുറിക്കകത്ത് ബെഡ്റൂമിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് കട്ടിലാണ്, പലങ്ക് വീട്ടിൽ ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് കട്ടിൽ. അപ്പോൾ പലങ്ക് വേണം വീട്ടിൽ. ഇനി പലങ്കിൻ്റെ മൊത്തം നമ്മൾ വെറുതെ പലങ്കിൽ കിടക്കില്ല. കിടക്കാൻ എന്ത് വേണം? പലങ്കിൽ കിടക്കാൻ വേണ്ടി ഒരു മെത്ത വേണം, വിച്ചാൻ എന്ന് വേണം. അതായത് പലങ്കിൽ കട്ടിലിടാനുള്ള വിച്ചാൻ വേണം. അപ്പോൾ വിച്ചാൻ വിജയിക്കരെ സംബന്ധ വിച്ചാൻ വരും. വിച്ചാൻ മാത്രം പോരാ, നമുക്ക് തലേണ വേണം, തക്കിയോ വേണം. അപ്പോൾ വിച്ചാൻ്റെ കൂടെ കിടക്കയുടെ കൂടെ തക്കിയോ ബി ഹപ്പേ. തക്കിയോ എന്ന് പറഞ്ഞാൽ തലേണ. അപ്പോൾ വിച്ചാനിനെ തക്കിയോ ബെഡ്റൂമിലുണ്ടാവും. ഈ തക്കിയയിൽ നമ്മൾ തുണി ഒരു കവറിടും, തക്കിയോ ജോ ഖോൽ, അതായത് തലേണ ഉറ, തക്കിയോ ജോ ഖോൽ. വിച്ചാനിലൊരു തുണിയിടും, വിച്ചാനിൽ ഒരു തുണിയിടും, വിച്ചാനി. അപ്പോൾ ബെഡ്ഷീറ്റ്
പിന്നെ തലയണമറ തക്കിയ ജോ ഖോറ് വിഛാനി. അപ്പം ബ്രെഡിൽ അതുണ്ടാവും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ചട്ടായി ഉള്ളത് ഇപ്പോൾ ഉപയോഗിക്കുന്ന വീടുകൾ കുറവാണ്. എന്നാലും പണ്ട് കാലങ്ങളിൽ നമ്മൾ ചട്ടായി ഉപയോഗിച്ചുകൊണ്ട് ഇന്നും നമ്മൾ പല വീടുകളിലും ചട്ടായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ബെഡ്റൂമിൽ നമ്മൾ അതിൻ്റെ മുകളിൽ പലങ്ക് വെച്ചാണ് തക്കിയോ ചട്ടായി എല്ലാം ബെഡ്റൂമിലുണ്ടാവും. മേജ് കുർസി ഉണ്ടാവും. പിന്നെ സോഫ സെറ്റ് എല്ലാ വീട്ടിലും നല്ല ഉഗ്രം സോഫ സെറ്റ്, നല്ല ഭംഗിയുള്ള സോഫ സെറ്റ് നമ്മൾ വാങ്ങിച്ചിടും. സോഫ സെറ്റിന് കച്ചി വാക്ക് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ആർക്കെങ്കിലും ആ അറിവുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. കാരണം ഇതുപോലെ മുമ്പുള്ള ക്ലാസ്സുകൾക്കും എനിക്ക് പ്രോത്സാഹജനകമായിട്ട് പല കമൻസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് വിട്ടുപോയിട്ടുള്ളതും അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാത്തതുമായ പല വാക്കുകളും പല ആളുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിന് അവരോടൊക്കെ വളരെ നന്ദിയുണ്ട്. വളരെ നന്നായി ഈ ക്ലാസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അതൊക്കെ വളരെ സഹായകമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വാക്കുകൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലോട്ട് കയറാൻ. അടുക്കളയിൽ കയറുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ കഴിക്കുന്നത് ചായയാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഡേ. അപ്പോൾ ചായയിൽ എന്ത് ചായ ഒഴിക്കും? ചായ നമ്മൾ കപ്പിൽ ഒഴിക്കും. കപ്പ് എന്ന് വെച്ചാൽ കോപ്പ എന്നാണ് പറയുന്നത്. കോപ്പ എന്ന് പറയുന്നത് വാട്ടുക്കോ എന്നും പറയും. വാട്ടുക സാധാരണ കപ്പില്ല, ഒരു കുറച്ച് വീതി കൂടിയ പാത്രമാണ് വാട്ടുക്കോ. കോപ്പനത്തെ വാട്ടുക്കോ അത് നമ്മൾ ഉപയോഗിക്കും. പിന്നെ നമ്മൾ പഞ്ചസാരയിട്ട് കലക്കാൻ വേണ്ടി ചമച്ചോ സ്പൂൺ ഉപയോഗിക്കും നമ്മൾ. ചമച്ചോ സ്പൂൺ. അപ്പോൾ വാട്ടുക്കോ, കോപ്പ, ചമച്ചോ, സ്പൂണ്. അപ്പോൾ റസോഡയിൽ മിക്കമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കഴിക്കുന്ന ബെഡ് കോഫി നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ട പാത്രങ്ങളാണ് കോപ്പ, നത്ത വാട്ടുക്കോ, ചമച്ചോ, സാസറിന് നമ്മൾ പറയുന്നത് സോസറിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സാസറിന് കച്ചിയിൽ നമ്മൾ സാസർ എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞാൽ കിച്ചണിൽ ഈ ചായ ഉണ്ടാക്കുന്നതിന് നമുക്ക് എന്ത് വേണം? അടുപ്പ് വേണം അല്ലേ? അപ്പോൾ അടുപ്പിന് നമ്മൾ താണ്ടോ ബരിക്കര് ഹവമ്മയുടെ വണയൻ താസ്. താണ്ടോ എന്ന് വെച്ചാൽ തീയാണ്. അതിൽ നമ്മൾ അടുപ്പിന് പറയുന്ന പേരാണ് ചൊല്ലിൽ എങ്ങനെ താണ്ടോ. അതിൽ നമ്മളെങ്ങനെ താണ്ടോ ഉണ്ടാക്കും, എങ്ങനെ തീ ഉണ്ടാക്കും? ചൊല്ലിൽ വിറക് ഉപയോഗിക്കും. അപ്പം ചൊല്ലുമേ ബയൻ റക്കീക്കരെ ബാരീക്കരെ താണ്ടോ ബണായിത്ത. അതായത് ചൊല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ വിറക് വെച്ച് തീ ഉണ്ടാക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും ഉപയോഗിക്കുന്നില്ല. ഇന്ന് നമ്മൾ കുക്കിംഗ് ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. കുക്കിംഗ് ഗ്യാസിന് അതിന് ഒരു കൃത്യമായിട്ടുള്ള വാക്ക് കച്ചിയിലില്ല, കുക്കിംഗ് ഗ്യാസിനില്ല. ആ ഗ്യാസ് പറയുന്നത്. ഗ്യാസ് എന്ന് കാരണം പണ്ട് കാലങ്ങളിൽ ഗ്യാസ് ഇല്ല. അപ്പോൾ വളരെ ഒരു 10-35 വർഷമായിട്ടുള്ളൂ ഗ്യാസിൻ്റെ ഉപയോഗം വന്നിട്ട്. അപ്പോൾ അന്ന് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്യാസിന് തുല്യമായിട്ടുള്ളൊരു വാക്ക് കച്ചി ഭാഷയിൽ ഇല്ലെന്നാണ്. അതിന് അഥവാ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ നമുക്കത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് പാത്രം വേണം. ഇപ്പോൾ അല്ലേ പാത്രങ്ങൾക്ക് വേണം. റസോഡുമേ ബാസൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. ഹാറാക്കി റദ്ദല്ല തീന്തോന ബാസനായത്തെ കീമ്പി റദ്ദല്ല തീന്തോന തടെ പാക്കെ ബാസൻ കപ്പ. അപ്പോൾ ബാസൻ വേണ്ടത് പാത്രങ്ങളാണ്. പലതരത്തിലുള്ള പാത്രങ്ങളുണ്ടാവും. വലിയ ഹാണ്ടോ ഉണ്ടാവും, ഹണ്ടി ഉണ്ടാവും, വലിയ ചെമ്പിൻ്റെ വലിയ പാത്രങ്ങൾ. പഴയ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെമ്പിൻ്റെ വലിയ പാത്രങ്ങൾ ഇരിക്കുന്ന കാലം. ഹാണ്ടോ, ഹണ്ടി, കണായോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം അടുക്കളയിൽ ഉണ്ടാവും. ഇപ്പോഴത്തെ അടുക്കള മോഡേൺ ആയതുകൊണ്ട് മോഡേൺ ഗാഡ്ജറ്റ്സാണ്. അതായത് മൈക്രോവേവ് ഓവൻ, പിന്നെ മിക്സർ ഗ്രൈൻഡർ, ഗ്യാസ് സ്റ്റൗ, അങ്ങനെ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് തുല്യമായിട്ടുള്ള കച്ചി വാക്ക് പല സ്ഥലങ്ങളും നോക്കി അത് കിട്ടിയില്ല, അത് കാണാൻ പറ്റില്ല. ഇനി അത് കഴിഞ്ഞപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, അത് ഞാൻ വിട്ടുപോയി. അൽമാര എന്ന് പറഞ്ഞാൽ അതിൽ കബേർഡിലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും ഡ്രസ്സസൊക്കെ നമ്മൾ വെക്കുന്ന കബേർഡിലാണ്. അപ്പോൾ അൽമാര അത്യാവശ്യമാണ്. അൽമാര ബെഡ്റൂമിലും ഉണ്ടാവും, അൽമാര ചിലപ്പോൾ പുറത്തും ഉണ്ടാവും. റസോഡയിലും അൽമാര ഉണ്ടാവും. നമ്മൾ പാത്രങ്ങൾ ബാസൻ മേടെ റക്കല്ലേ റസോഡ മേ ബി അൽമാര ഉണ്ടോ, പോയ ബെഡ്റൂം മേ ബി അൽമാര ഉണ്ടോ, കോട്ടറി മേ ബി അൽമാര ഉണ്ടോ. അപ്പോൾ അൽമാര ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. അപ്പം കുർസി, മേജ്, അൽമാര ഇവിടെ ഫർണിച്ചർ അച്ചിന്ത പോയ रसोड़े में हांडो, हांडी, चमचो, सासर, प्यालो,
ഇങ്ങനെ ചീസുമടെ രസോടമ്യ മൂന്ത. അപ്പോൾ ഇതെല്ലാം ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ആയില്ല. കുറേ കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ താമസമായി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇതുകൂടാതെ ഒരുപാട് സാധനങ്ങൾ ഇനിയും ഉണ്ടാകും. പക്ഷേ സമയപരിമിതി ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾ ഈ കേട്ട ശേഷം കമൻറ്റ്സ് കോണിൽ നിങ്ങൾക്കറിയാവുന്ന നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേരുകൾ, അതിൻ്റെ കച്ചി പേരും മലയാളത്തിലോ ഇംഗ്ലീഷിലോ അതിൻ്റെ അർത്ഥവും നിങ്ങൾ എഴുതുകയാണെങ്കിൽ വളരെ 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 ഉപകാരപ്രദമായിരിക്കും. അത് എനിക്കും വളരെ ഉപകാരപ്രദമായിരിക്കും, നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും, കച്ചി ഭാഷ പുതുതായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.